സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം അനുഭവിക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി പോലും ലോകത്തിലില്ല എന്ന് കാണുവാൻ കഴിയും. ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖങ്ങൾ വരാം, ദുഃഖങ്ങൾ വരാം. ചിലപ്പോൾ നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെ വ്യാപ്തി വളരെ വലുതായിരിക്കാം. ചിലപ്പോൾ ദീർഘനാളുകളിലേക്ക് ആ ദുഃഖങ്ങൾ നീണ്ടു നിന്നെന്ന് വരാം. പലപ്പോഴും നമ്മുടെ മനസ്സിനെ തകർക്കുന്ന നിലയിലുള്ള അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയെന്ന് വരാം. ഇതൊക്കെയാണ് ജീവിത അനുഭവങ്ങൾ. എന്നാൽ ഈ ജീവിതത്തിൽ ഭാരങ്ങളിലൂടെയോ പ്രയാസങ്ങളിലൂടെയോ കടന്നു പോകുമ്പോൾ എപ്പോഴും നമുക്ക് സഹായം ആവശ്യമാണ്. ആരെങ്കിലുമൊക്കെ നമ്മെ സഹായിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ധൈര്യപ്പെടുത്തുകയോ ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം എത്ര ബലശാലിയായിരുന്നാലും എത്ര ധൈര്യശാലിയായിരുന്നാലും പതറിപ്പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ തിരക്കേറിയ ലോക സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ പ്രയാസം കാണുവാനോ നമ്മെ ആശ്വസിപ്പിക്കുവാനോ ധൈര്യപ്പെടുത്തുവാനോ നമുക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനോ ഒന്നും ആർക്കും സമയം ലഭിച്ചെന്ന് വരികയില്ല. നമ്മുടെ അതിഭയങ്കരമായ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ നമ്മുടെ ഹൃദയം തകരുന്നതായ വ്യഥയുടെ മുൻപാകെ നാം ഒറ്റപ്പെട്ടു പോയെന്ന് വരാം. ആരും നമ്മെ സഹായിക്കുവാൻ കടന്നു വന്നില്ല എന്ന് വരാം. എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നതായ ഒരു സത്യം ഇതാണ്. 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോൾ, നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോൾ, നാം വല്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിൽ ദൈവവചനം പറയുകയാണ്, നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരുവനുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവയായ ദൈവം സമീപസ്ഥനാണ്. അവിടുന്ന് നമ്മുടെ അരികിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. നമ്മുടെ തകർച്ചയിൽ നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ വലിയവനായ കർത്താവ് മാത്രമാണ്. മാനുഷികമായ വാക്കുകൾക്കോ മാനുഷികമായ സഹായങ്ങൾക്കോ ഒരു പക്ഷേ നമ്മെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ ആ സമയത്ത് നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള, നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ കർത്താവ് മാത്രമാണ്. ദൈവം 2 നിലകളിലാണ് നമ്മെ രക്ഷിക്കുന്നത്. ഒന്നാമത്തെ രക്ഷ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. അത് മനുഷ്യർക്ക് ആർക്കും ചെയ്യുവാൻ സാധ്യമല്ലാത്ത രക്ഷയാണ്. അതായത് നിത്യമായ നരകാഗ്നിയിൽ നിന്നുള്ളതായ രക്ഷയാണ്. ആദി മനുഷ്യനായ ആദം പാപം ചെയ്തതുകൊണ്ട് ഈ ലോകത്തിലെ സകല മനുഷ്യരും പാപികളായി തീർന്നു. ആ പാപത്തിന്റെ ശമ്പളമായ മരണം എന്ന് പറയുന്നത് നിത്യമായ നരകാഗ്നിയാണ്. ആ നരകാഗ്നിയിൽ നിന്ന് വിടുവിക്കുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ച് സകല മനുഷ്യരുടെയും പാപം അവിടുത്തെ മേൽ ചുമത്തി കാൽവറി ക്രൂശിൽ ഒരു യാഗമായി അർപ്പിച്ച് പാപം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി ദൈവനീതിയുടെ മുൻപാകെ ഒഴിച്ച് ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം നൽകുന്ന വിലയേറിയ രക്ഷയാണ് ആത്മരക്ഷ. ഈ ആത്മരക്ഷ സൗജന്യമാണ്. ഒരു പൈസ പോലും ഇതിനു വേണ്ടി മുടക്കേണ്ടതായിട്ടില്ല. വിശ്വാസം മാത്രമാണ് ഇതിൻ്റെ ആധാരം. ഈ രക്ഷ മാത്രമാണ് മോക്ഷപ്രാപ്തിക്ക് ആധാരമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന രക്ഷയാണ് ആത്മരക്ഷ. അങ്ങനെ ആത്മരക്ഷ പ്രാപിച്ചവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അവരുടെ എല്ലാ പ്രയാസങ്ങളിലും കർത്താവ് അവരെ വിടുവിക്കുന്നു, അവരെ സഹായിക്കുന്നു, അവരെ രക്ഷിക്കുന്നു, അവർക്ക് മാനസികമായ ധൈര്യം നൽകുന്നു, ബലം നൽകുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഓരോ ദിനവും നാഥനോടൊപ്പം കേൾക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. മാനവ യാഗമായി തീർന്ന നിത്യസ്നേഹമേ, മാനവ പാവമകറ്റ യാഗമായി തീർന്ന നിത്യസ്നേഹമേ, മാനസമുറിവുകൾ നീക്കിയെന്നിൽ
സ്വർഗീയ മഹൽ സ്നേഹമേ, സ്നേഹമേ ദൈവ സ്നേഹമേ, സ്നേഹമേ ദൈവ സ്നേഹമേ, സ്വർഗീയ മഹൽ സ്നേഹമേ, ക്രൂശിലേ ഗജാതനേ യാഗമേകിയ സ്നേഹമേ, സ്നേഹമേ ദൈവ സ്നേഹമേ.